ക്യാമ്പിങ്ങിന് ഒഫീഷ്യലി കട്ടിനിടുന്നതിന് മുമ്പ് ഒരു തവണ കൂടെ പോകണമെന്നുണ്ടായിരുന്നു. കാരണം അടിപൊളി വെതർ ആയിരുന്നിട്ടും റൂം ഷിഫ്റ്റിങ്ങും വേറെ കുറെ കാരണം കൊണ്ട് ഇത്തവണ കലാപരിപാടി ജനുവരി നേരത്തെ നിർത്തിവെച്ചിരുന്നു. അപ്പോഴാ നാട്ടിൽ നിന്ന് ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്, ക്യാമ്പിങ്ങിന് പോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, അടുത്ത എവിടെയെങ്കിലും പോയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വിളിക്കുന്നത്. പിന്നെ എന്തിനാ മുത്തേ ഞാൻ പോയിട്ടില്ലെങ്കിൽ പോയി നോക്കിയിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞ് ചട്ടിയും കലൊക്കെ എടുത്ത് പുറപ്പെട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോണത് കണ്ടാല് റൂം ഷിഫ്റ്റിംഗ് ആണോന്ന് വരെ തോന്നിപ്പോവും. എന്നാലും ലാസ്റ്റ് മൊമെന്റ്സിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മാറ്റി വെക്കും. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ചിക്കൻ ഇങ്ങനെ പല ഫ്ലേവേഴ്സിൽ മസാല കിട്ടി വെച്ച് കണ്ടപ്പോ ഒരെണ്ണം കൂടി വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്ന എന്നോട് ഇന്നത്തെ ബാർബക്യൂ മസാല റെസിപ്പിയും അത് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കില്ല എന്നുള്ള തള്ളിക്കയറ്റൊക്കെ തുടങ്ങിയപ്പോ ചിക്കനൊക്കെ അവിടെ വെച്ചിട്ട് ട്രിപ്പ് സ്റ്റാർട്ടായി. കഴിഞ്ഞ സമ്മറിൽ ടെമ്പറേച്ചർ 50 മേലെ കയറിയപ്പോഴും ചെറിയൊരു തണുത്ത ആശ്വാസത്തിന് വേണ്ടിയിട്ട് പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് ജബൽ ജേസ് എന്നെ പിടിച്ച്. അവിടെ ഓക്കെ ആണെങ്കിൽ മാത്രം ബാക്കി ക്യാമ്പിംഗ് സ്പോർട്സിനെ പറ്റി ആലോചിച്ചാൽ മതിയല്ലോ. പക്ഷെ ജോഷി ചതിച്ചാശാനെ എന്ന് പറഞ്ഞ പോലെ ആയി. സമ്മർ ഇങ്ങനെ ടോപ്പ് ഗിയറിൽ കയറിക്കൊണ്ടിരുന്നോണ്ടായിരിക്കണോ അവിടെയും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ആൾക്കാർ നല്ല കുറവായിരുന്നു, കാലി തന്നെ പറയാം. പിന്നെ ആകെയുള്ള ഒരു കമ്പനി എന്ന് പറയാന് കുറെ കുറുക്കന്മാരും ആടുകളൊക്കെ ഈ വേഗം ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം പോയി കിടക്കാനെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നിയോണ്ടാവണം ഞങ്ങൾ വേഗം ബാർബക്യൂ പരിപാടീസ് ഒക്കെ തുടങ്ങി. നല്ല ലേറ്റ് ആയിട്ടും ഒരു തണുപ്പ് ഫീൽ ഒന്നും ആവാത്തോണ്ട് ഞങ്ങൾ അതുപോലെ തിരിച്ചു ഇറങ്ങി. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയിൽ ഔട്ട്ഡോർ ഗ്യാതറിംഗിനൊക്കെ ഇപ്പോഴും ഓക്കെയാണ്. എന്നാൽ 10 ഡിഗ്രീസും അതിനും താഴെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തോണ്ട് അതുപോലൊക്കെ ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് പോയതുകൊണ്ടാവണം ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഫ്ലാറ്റിന്റെ താഴെ നടക്കുന്നതിലും ചൂട് പോലായിരുന്നു. ഇതിപ്പോ ജബൽ ജേസിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി സ്പോർട്സ് ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് തൽക്കാലം ഞങ്ങൾ ക്യാമ്പിങ്ങിന് ഞങ്ങൾ കർട്ടനിട്ട്